സിനിമയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഒരു സിനിമ കണ്ടു, രണ്ടളിയന്മാരുടെ കിടിലൻ സിനിമ. എന്നാലും ചില കാര്യങ്ങളൊക്കെ പറയാതിരിക്കാൻ തരമില്ല. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ്, എങ്കിലും ചിലതൊക്കെ പറയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. സിനിമയുടെ പേര് ഗുരുവായൂർ അമ്പലനടയിൽ. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് പൃഥ്വിരാജ്, ഒപ്പം തന്നെ ഈ ബേസിലും. രണ്ടുപേരെ എനിക്ക് രണ്ട് രീതിയിൽ ഇഷ്ടപ്പെടുന്ന രണ്ട് താരങ്ങളാണ്. അതുപോലെ തന്നെ ഇതിന്റെ സംവിധായകന്റെ കഴിഞ്ഞ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്, ജയ 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 ഹേ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ ഞാൻ ഫാമിലിയോട് കൂടിയിട്ടാണ് കണ്ടത്. അത് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. സിനിമ ഒരു വട്ടം കാണാനുള്ളതുണ്ട് കേട്ടോ, അത് ഞാൻ ഇല്ലെന്ന് പറയില്ല. കാരണം സിനിമ വൺ ടൈം വാച്ചബിൾ ആണ്. അത്യാവശ്യം ഫാമിലികളെ രസിപ്പിക്കുന്ന രീതിയിൽ തന്നെ കൈയടിച്ച് ചിരിച്ച് നമുക്കൊരു എൻജോയ് ചെയ്തൊരു മൂഡിൽ പോയി കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പുറത്തു വെച്ച് കൂടുതൽ ലോജിക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ അവരോടൊക്കെയായിട്ട് കണക്ട് ആവാതെ വരാം. അത്തരത്തിലൊരു സിനിമയാണിത്. നമുക്ക് പഴയകാല പ്രിയദർശൻ ചിത്രങ്ങളാരം, പ്ലസരം, കിന്നരം, അങ്ങനെ ഒരുപാട് സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലത്തെ ഒരു പാറ്റേണിലാണ് ലാസ്റ്റ് കുറച്ച് സീനുകളൊക്കെ. എന്തായാലും സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. എടുത്തു പറയേണ്ടത് സിനിമയിലെ അഭിനേതാക്കളുടെ പെർഫോമൻസ് തന്നെയാണ്. ഈ അഭിനേതാക്കളല്ല ഈ സിനിമ ചെയ്തിരുന്നതെങ്കിൽ ഒരു പക്ഷേ സിനിമ ഈ പറയുന്ന രീതിയിലൊന്നും ആളുകൾ ഏറ്റെടുക്കുമോ എന്ന് സംശയമാണ്. ഇപ്പോൾ ഒരുപാട് റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ തന്നെ സിനിമ കണ്ട ആളാണ് കേട്ടോ, 10 മണിയുടെ ഷോ കണ്ടതാണ്. പക്ഷെ എനിക്ക് ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് തിരക്കുകളിൽ പെട്ടുപോയി. മാത്രമല്ല ബാങ്ക് വരെ പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ സമയമായി. അതിനകത്ത് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ഈ ക്ഷമ ചോദിക്കൽ എനിക്ക് സ്ഥിരമായിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, വേറൊരു പ്രൊഫഷൻ എനിക്കുള്ളത് കൊണ്ടാണ്. ആ പ്രൊഫഷനിലുള്ള വർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിലേക്ക് ഇൻവോൾവ് ആവാൻ പറ്റത്തുള്ളൂ. താൽക്കാലികമായിട്ട് ഇപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. സാധാരണക്കാരന്റെ വീട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളിൽ ഒന്നാണ് വിവാഹം എന്ന് പറഞ്ഞത്. ഒരു വിവാഹം എത്രത്തോളം ടെൻഷനോട് കൂടിയും അല്ലെങ്കിൽ എത്രത്തോളം സമ്മർദ്ദത്തോടു കൂടിയും അല്ലെങ്കിൽ എത്രയോ എൻജോയ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരേ സമയം തന്നെ കൊണ്ടാടുന്നത്. ഒരു ഭവനത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള ഒരു വിഷയം പറയുന്ന ഒരു സിനിമ. ഇവിടെ രണ്ട് അളിയന്മാർ തമ്മിലുള്ള ആത്മബന്ധമാണ് പറയുന്നത്. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പ്ലോട്ട് തന്നെയാണ് ഈ സിനിമയിൽ എടുത്തു വയ്ക്കുന്നത്. ഇവിടെ ഒരു വ്യത്യസ്തരായിട്ടുള്ള രണ്ട് അളിയന്മാര് അവര് ഒരു വിഷയത്തിൽ ഒന്നിക്കുകയും ഒരു വിഷയത്തിൽ അവർ പരസ്പരം പോരടിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം തന്നെ രസകരമായിട്ട് നമ്മൾ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരു ഇതൊക്കെ കടന്നു പോകുന്ന സിനിമയിൽ. എടുത്തു പറയേണ്ട വസ്തുത സിനിമയിൽ പൃഥ്വിരാജിന്റെ കോമഡിയാണ്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല പൃഥ്വിരാജിൽ നിന്ന്. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും രസകരമായിട്ടുള്ള കോമഡി സീക്വൻസുകളൊന്നും വന്നിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമ അത്യാവശ്യം എന്റർടൈൻ ചെയ്യിക്കുന്ന രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് ഹാഫ് കടന്നു പോകുന്നത്. ഫസ്റ്റ് ഹാഫ് വരെ അങ്ങനെ തന്നെ പറയണം. സിനിമയെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറഞ്ഞ് വേർതിരിക്കുന്നത് അല്പം വിശ്രമിക്കാനും ചായ കുടിക്കാനുള്ള അവസരത്തിനാണ്. സത്യത്തിൽ അങ്ങനെ കാണുന്നതിനോട് പലപ്പോഴും വിയോജിപ്പുണ്ട്. എന്നാൽ ഇവിടെ അത് കാണേണ്ടതുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫ് വരെ ഉണ്ടായിരുന്ന ആ ഒരു പഞ്ചുണ്ടായിരുന്നു. വളരെ എനർജറ്റിക് ആയിട്ട് എൻജോയബിൾ ആയിട്ട് കടന്നു പോയിരുന്ന സിനിമ ഫസ്റ്റ് ഹാഫിനോട് അടുക്കുമ്പോൾ അല്പം ഒന്ന് ഒരു നല്ല രസകരമായിട്ട് അവസാനിപ്പിച്ചിരുത്തിയെങ്കിലും എന്തൊക്കെയോ അവിടെ ഒരു പോരായ്മകളൊക്കെ തോന്നി. എന്റെ മാത്രം തോന്നലാണ് കേട്ടോ, ഇങ്ങനെ ആവണമെന്നില്ല. പൊതുവായിട്ട് ആളുകൾക്ക് പലതരം അഭിപ്രായം ഉണ്ടായിരിക്കാം. സിനിമ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അത് ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്ന് ഞാൻ വാശി പിടിക്കേണ്ടതില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ മറ്റുള്ളവര് ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന് ഞാൻ വാശി പിടിക്കില്ല. കാരണം അതാണ് മാനുഷികമായിട്ടുള്ള ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണിത്. സിനിമ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അത് എൻജോയ് ചെയ്യുക. പണ്ട് കാലത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് മെസ്സേജ് നൽകാനാണ് സിനിമ എടുക്കുന്നതെന്നാണ് ആദ്യകാലത്ത്. പക്ഷെ പല സിനിമകളും എനിക്ക് മെസ്സേജബിൾ ആയി തോന്നാത്തതുകൊണ്ട് ഞാനത് ഇഷ്ടപ്പെടാതിരിക്കുകയും അതിന്റെ എന്റർടൈൻമെന്റ് വാല്യൂ എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റാതാവുകയും ചെയ്ത ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. കൂടുതൽ ഇപ്പൊ ഈ സിനിമയിൽ ഞാൻ കണ്ട കാര്യം അതിന്റെ ഡയറക്ടർ വിപിൻ ദാസിന്റെ മുൻകാല സിനിമകൾ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ മുൻകാല സിനിമകളിൽ ഒന്നാണ് ഈ ജയ 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 ഹേ. അതുപോലെ തന്നെ പേര് പത്മിനിന്നോ മറ്റൊരു സിനിമയുണ്ട്. അതുപോലെ മുദ്ദുഗാവ്, നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷിന്റെ ആദ്യ ചിത്രം മുദ്ദുഗാവ്. സിനിമയുടെ ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് തന്നെ ഈ ഡയറക്ടറിനെ അന്ന് തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അതിലെനിക്ക് 2 സിനിമ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ ജയ 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 ഹേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് കേട്ടോ. അത് അമ്മായിയമ്മയായിട്ട് വരുന്ന, അതായത് രാജേഷ് എന്ന് പറഞ്ഞ നായകന്റെ അമ്മയായിട്ട് വരുന്ന ആ ഒരു സ്ത്രീ കഥാപാത്രം ഈ സിനിമയിലുണ്ട്. അവരുടെ പേര് എനിക്ക് അറിയത്തില്ല. എന്തായാലും ജഗദീഷ് ഇതില് ഒരു നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട്. നല്ല മികച്ച പെർഫോമൻസ് ആണ് ഒരു അച്ഛൻ കഥാപാത്രമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ രസികനും ഒപ്പം തന്നെ അല്പം
എന്താ പറയുക അരഗന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് അതേ കാറ്റഗറിയിൽ തന്നെ ഒരു കഥാപാത്രമായിട്ട് തന്നെ പൃഥ്വിരാജും വരുന്നത്. അല്പം കോമഡി അദ്ദേഹത്തിനുണ്ട്, എന്നാൽ അത്യാവശ്യം ചൂടാവുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. ആ ഒരു കഥാപാത്രത്തിനെയും അതുപോലെ തന്നെ ബേസിൽ ജോസഫിന്റെ അളിയൻ കഥാപാത്രവും അദ്ദേഹം കല്യാണം കഴിക്കാനായിട്ട് വരുന്ന വധുവായിട്ട് അഞ്ജലി എന്ന നായിക കഥാപാത്രമായിട്ട് നമ്മുടെ അനശ്വര രാജനുമുണ്ട്. അവർക്ക് വലിയ കാര്യമായിട്ട് റോളുകളൊന്നുമില്ല. അതുപോലെ തന്നെ നിഖില വിമല് നമ്മുടെ പൃഥ്വിരാജിന്റെ പേരായിട്ട് വരുന്നുണ്ട്. പാർവതി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. അപ്പൊ ഏതായാലും ഈ പറഞ്ഞ കഥാപാത്രങ്ങള് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടെങ്കിൽ കൂടി അവർക്ക് കൂടുതൽ പെർഫോം ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ അധികം എടുത്തു വെക്കുന്നില്ല. കാരണം അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നി. കാരണം രണ്ടാളിമാര് തമ്മിലുള്ള കഥയാണിത്. പിന്നെ ചില സീനുകളിലൊക്കെ കുറച്ചും കൂടി ഒക്കെ ഒന്ന് ആവാമായിരുന്നു നമ്മുടെ ഈ പറഞ്ഞ സ്ത്രീ കഥാപാത്രങ്ങളുടെ റോളെന്ന് തോന്നിപ്പോയി. അതൊക്കെ എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ. അതുപോലെ തന്നെ ബേസിലും പൃഥ്വിരാജും തമ്മിലുള്ള കോംബോ മനോഹരം എന്ന് പറഞ്ഞാൽ മനോഹരമായിരുന്നു. അവർ തമ്മിലുള്ള ആ കെമിസ്ട്രി ശരിക്കും ആ സിനിമയില് മൊത്തം താങ്ങിക്കൊണ്ട് പോകാനായിട്ട് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബേസിൽ കോമഡി സീരീസും ഒരുമിച്ച് കൈകാര്യം ചെയ്ത് കണ്ടപ്പോൾ അദ്ദേഹം ജനപ്രിയ നായകനായി മാറിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം കരുതാം. യോഗി ബാബുവിന്റെ കഥാപാത്രം ചെറിയൊരു ഗസ്റ്റ് പോലെ വരുന്ന കഥാപാത്രമാണ്. കൂടുതലായിട്ടൊന്നും അദ്ദേഹത്തിന് ചെയ്യാനും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സിജു സണ്ണി ആ കഥാപാത്രം വളരെ മനോഹരമായിരുന്നു കേട്ടോ. ഫ്രണ്ടായിട്ട് വരുന്നൊരു കഥാപാത്രമുണ്ട്. അതുപോലെ അശ്വിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കിറ്റ് ഒക്കെ മഴവിൽ മനോരമയിലൊക്കെ ചെയ്യുന്നൊരു കഥാപാത്രമുണ്ട്. രേഖയാണ് ഒരു ജഗദീഷിന്റെ പേരായിട്ട് വരുന്നത്. അവരും നന്നായിട്ടുണ്ട്. അതുപോലെ ജഡ്ജായിട്ട് വന്നില്ല നമ്മുടെ നാത്താൻ കേസോടൻ സിനിമയിൽ അദ്ദേഹത്തിന്റെ പേരെന്റെ മനസ്സിൽ നിന്ന് പോയി. അദ്ദേഹം മനോഹരമായിട്ട് അദ്ദേഹത്തിന് റോൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരായിട്ടുള്ള ഒരു ലേഡി ഉണ്ട്. അവരും നന്നായിട്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. അനിയൻ കഥാപാത്രം വരുന്നുണ്ട് ബേസിലിന്റെ, അദ്ദേഹവും നന്നായിട്ടുണ്ട്. അതുപോലെ രമേശ് കോട്ടയവും അതുപോലെ ഇർഷാദും രണ്ട് നല്ല ഒരു കഥാപാത്രങ്ങളായിട്ട് അതിൽ വരുന്നുണ്ട്. അജു വർഗീസിന്റെ ചെറിയൊരു ക്യാമിയോ അപ്പിയറൻസിന്റെ ഒരു പാട്ട് പാടുന്നതായിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അത് പക്ഷെ സിനിമയിൽ വരുമ്പോൾ അത് കോമിക് എന്നതിനേക്കാൾ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഒരു ഭക്തിയും സീരിയസും കോമഡിയും കലർന്ന രീതിയിലാണ് ആ ഒരു സീക്വൻസ് കടന്നു പോകുന്നത്. എന്തായാലും ഒരു വട്ടം കാണാനുള്ളതുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ട് കാണാനുള്ളതുണ്ട് ഈ സിനിമ. ബൈജു സന്തോഷിന്റെ കഥാപാത്രം, ബൈജുവിന്റെ മികച്ച കഥാപാത്രങ്ങൾ പലതും കണ്ടത്. ഇതൊരു വളരെ മിതത്വ ഭാവത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള കഥാപാത്രമാണ്. ഞാൻ കഥാപാത്രത്തെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നത് സിനിമയിൽ കാണുക. രസകരമായിട്ട് അദ്ദേഹം അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അധികം റോളുള്ള ഒരു ഇമ്പോർട്ടന്റ് റോൾ എന്നല്ല പറയുന്നത്. അദ്ദേഹത്തിനെ ഏൽപ്പിച്ചത് അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ രോമാഞ്ചത്തില് ഒരു തടിയൊരു കഥാപാത്രം, തടിച്ചിട്ടുള്ള കഥാപാത്രം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജോമോൻ എന്ന് മറ്റാണെന്ന് എന്റെ ഓർമ്മ. ആ ഒരു കഥാപാത്രം ഈ സിനിമയില് ഒരു പ്രത്യേക റോള് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ടുണ്ട്. കഥാപാത്രങ്ങള് ഇവരല്ല ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമ എത്രത്തോളം ശ്രദ്ധിക്കപ്പെടുമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. കാരണം അത്രത്തോളം പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ് ഇതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമയുടെ സിനിമാറ്റോഗ്രാഫി. നീരജ് രവി മനോഹരമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ആണ്. പിന്നെ ആർട്ട് തന്നെ ഞെട്ടിച്ചുവിടുക. സത്യത്തില് അവർ പറഞ്ഞു കേട്ടത് ഗുരുവായൂർ അമ്പലത്തിന്റെ സെറ്റ് അവർ ഇട്ടതാണെന്നാണ്. ഞാൻ സംശയിച്ചു ഗുരുവായൂർ അമ്പലം എങ്ങനെ ഒരു ഷൂട്ടിങ്ങിന് കൊടുത്തു എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അതിന് സെറ്റ് ഇട്ടിരിക്കുന്നത്. ആ സെറ്റിന് സ്പെഷ്യൽ സല്യൂട്ട് ഇട്ടാ. അത് ആർട്ട് വിഭാഗം കൈകാര്യം ചെയ്ത് ആരാന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അത് ഗംഭീരമായിട്ടുണ്ട്. കഥ രചിച്ചിരിക്കുന്നത് ദീപു എന്ന് പറഞ്ഞ ആളാണ്. ദീപു അദ്ദേഹം നമ്മുടെ പ്രീസ്റ്റ് അതുപോലെ കുറച്ച് സിനിമകളുടെ കുഞ്ഞിരാമായണൊക്കെ എഴുതിയിട്ടുള്ള ആളാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇവരുടെ ഈ ഒരു കോമ്പിനേഷൻ മനോഹരമായിട്ട് തന്നെ വിപിൻ ദാസ് അത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റ് അത് എടുത്ത് പറയേണ്ടതാണ്. ജോൺ കുട്ടിന്നോ എന്തോ പേര് അദ്ദേഹത്തിന്റെ. അതുപോലെ മ്യൂസിക് അങ്കിത് മേനോൻ. ഈ കക്ഷി ഈ പടത്തിന്റെ ആത്മാവാണ് കേട്ടോ സത്യത്തിൽ. ഈ ഒരു മ്യൂസിക്കിന്റെ ഒരു ആ ഫ്ലോ ഇല്ലായിരുന്നെങ്കിൽ സിനിമ ഇത്രത്തോളം ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ്. ഒരു 80% നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഈ ചിത്രം മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എങ്കിലും എടുത്തു പറയേണ്ടത് സെക്കൻഡ് ഹാഫ് എനിക്ക് അങ്ങോട്ട് വലിയൊരു രസകരമായിട്ട് തോന്നിയില്ല. എന്റെ മാത്രം അഭിപ്രായം ഉണ്ടാ. നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടേക്കാം. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു തിയേറ്ററിൽ നിന്ന് പോരുമ്പോ. ചിലവരവിടെ ചാനലുകാരോട് പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. എന്തായാലും എന്നെ സംബന്ധിച്ചിട്ട് സെക്കൻഡ് ഹാഫിലെ അവസാനത്തെ കുറച്ച് ക്ലൈമാക്സിൽ ചില കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് ഒരു ക്ലാരിറ്റി ചില കാര്യങ്ങളിൽ കിട്ടാത്ത പോലെ തോന്നി. ചില റെഫറൻസുകളൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ചില പാട്ടുകൾ ചില സ്ഥലത്ത് കൊണ്ടുവരും. ഇപ്പൊ ആടകിയല്ല എന്നുള്ള പാട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണാൻ തുമ്പി പോരാമോ ആ പാട്ടൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ വളരെ എൻജോയ്മെന്റ് നമുക്ക് നൽകുന്ന രീതിയിലുള്ള കോമിക്കലായിട്ടുള്ള സിറ്റുവേഷനിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ റെഫറൻസ്, മമ്മൂട്ടിയുടെ റെഫറൻസ്, അവരുടെ ഫോൺ നമ്പറുകൾ, ചില സിനിമകളിൽ ഒരു 2255 അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ
മോഹൻലാലിന്റെ ദൃശ്യത്തിൽ ചില സംസാരങ്ങൾ, അതുപോലെ രണ്ട് സംവിധായകർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ മിന്നൽ മുരളിയും ലൂസിഫറും സംവിധാനം ചെയ്തതുപോലെ ഇവരെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. ലൂസിഫറും മിന്നൽ മുരളിയും എന്തൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. അങ്ങനത്തെ കുറച്ച് റെഫറൻസുകൾ, കുറച്ച് സിനിമ കണ്ട ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് രസിക്കും. ചില നമ്മൾ കാണാത്ത ചില സിനിമയിലത്തെ വരെ ഉണ്ട് കേട്ടോ. അതില് ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, അതിലത്തെ ചില ഡയലോഗുകളൊക്കെ ഉണ്ട്. എന്റെ ഏട്ടൻ എത്ര സുന്ദരനാണെന്നൊക്കെ പറയില്ല. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ചെളിയായി പോകാമായിരുന്ന സാധനം ഇവരെ അവതരിപ്പിച്ചപ്പോൾ അത് ഭംഗിയായിട്ടുണ്ട്. നന്ദനത്തിന്റെ റെഫറൻസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. അതില് ആ മ്യൂസിക്കും പാട്ടും അതുപോലെ ഞാനേ കണ്ടുള്ളൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് നിങ്ങളുടെ ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 80% എബോ കോമഡികളും വർക്കായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഒരു 20% കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും സിനിമയെ ബാധിക്കുന്ന ഒരു ഘടകമായിട്ട് തോന്നിയില്ല. നമ്മളൊരു 2-2.5 മണിക്കൂർ നേരം സിനിമ നമ്മൾ കണ്ടിരുന്ന് പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിജയം. 2:15 2:20 ഉണ്ട് അത്. എന്തായാലും രസകരമായിട്ട് സിനിമ തിയേറ്ററിൽ ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ സിനിമ കാണുക, സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന മാർക്ക് 5-ൽ 3 മാർക്ക് കൊടുക്കാം, അത്ര ഉറപ്പാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ട നടികരും മലയാളി ഫ്രം ഇന്ത്യ ഈ 2 പടങ്ങളെ അപേക്ഷിച്ചിട്ട് വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒപ്പം തന്നെ സ്ക്രിപ്റ്റും വളരെ പക്കയായിട്ട് പോയിട്ടുണ്ട്. ചില സമയത്ത് ലൂസ് ആവുന്നുണ്ടെങ്കിലും അത് ആ സിനിമയ്ക്ക് വലിയ അപകടമില്ലാത്ത രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് അതിന്റെ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയും ഹിറ്റ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു 50 കോടിയുടെ അടുത്ത് സിനിമ കളക്ട് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഇത്രയൊക്കെ പോരായ്മകൾ നമ്മൾ പറഞ്ഞാലും ആ പടം ആളുകൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം ഫാമിലിക്ക് ഇത് രസിക്കുന്ന രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫാമിലികൾ നാളെ മുതൽ തിയേറ്ററുകളിൽ അങ്ങ് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇനിയിപ്പോൾ ടാർബോ ജോസേട്ടൻ വരുന്നത് വരെ ഉറപ്പായിട്ടും ഇദ്ദേഹത്തിന്റെ ആനന്ദേട്ടന്റെയും അളിയൻ വിനുവിന്റെയും തകർപ്പൻ പെർഫോമൻസ് കണ്ട് അഞ്ജലിയോടും പാർവതിയോടും ഒപ്പം രസിച്ച് നിങ്ങൾ സിനിമ കാണുക. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും. ഗംഭീരമായിട്ടുള്ള ഒരു ട്രീറ്റ് തന്നെയാണ്. കണ്ടു കളയുക. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.